ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചെറിയൊരു എക്സ്പെരിമെന്റ് വീഡിയോ ആണ്. അത് പെട്രോളിൽ തെർമോക്കോൾ ഇട്ട് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. എന്നാൽ നമ്മൾ പെയിന്റ് അടിക്കാൻ ഉപയോഗിക്കുന്ന തിന്നർ ഉണ്ടല്ലോ, അത് എപ്പോക്സി തിന്നർ, ഇച്ചിരി വീര്യം കൂടിയതാണ്. അതിനകത്ത് തെർമോക്കോൾ ഇട്ട് കഴിഞ്ഞാൽ എന്നാ സംഭവിക്കുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. ഞാനിവിടെ 2 മെഷർമെന്റ് ബീക്കർ എടുത്തിട്ടുണ്ട്. അത് ഗ്ലാസിന്റെ ബോട്ടിലാണ് കേട്ടോ. അതിന്റെ ഹോർണത്തിലോട്ട് നമുക്ക് കുറച്ച് പെട്രോൾ ഒഴിച്ചു കൊടുക്കാം. മറ്റതിലോട്ട് എപ്പോക്സി തിന്നറും ഒഴിക്കാം. എപ്പോക്സി പെയിന്റിനകത്ത് ഒഴിക്കുന്ന ടിന്നറാണ് കേട്ടോ. എപ്പോക്സി പെയിന്റിനകത്ത് മാത്രം ഒഴിക്കുന്ന എപ്പോക്സി തിന്നറാണ്. SD-യുടെ വില വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിന്റെ ഇരട്ടിയിലധികം വില വരുന്നതാണ്. അപ്പോൾ അതിന്റെ വീര്യം എത്രത്തോളം ഉണ്ടെന്ന് തെർമോക്കോൾ ഇട്ട് നമുക്കൊന്ന് പരീക്ഷിച്ചും കൂടി നോക്കാം. ഇനി ഞാൻ 2 ചെറിയ തെർമോക്കോളിന്റെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഏകദേശം 2 സെയിം വലിപ്പമാണ് കേട്ടോ. ഇനി അത് നമുക്ക് ഒരുമിച്ച് ബീക്കർ ബോട്ടിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ. പെട്രോളിൻ്റെ അകത്ത് നമ്മൾ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ തെർമോക്കോൾ ഒരു ഗ്ലൂ പരുവത്തിലായിട്ട് ബോട്ടിലിൻ്റെ അടിയിലോട്ട് പോകുന്നുണ്ട്. എന്നാൽ എപ്പോക്സി തിന്നറിനകത്തോട്ട് നമ്മൾ ഇട്ട് കൊടുത്ത തെർമോക്കോൾ മൊത്തം അലുത്ത് അതിനകത്ത് ലയിച്ചു പോവുകയാണ്. ഗ്ലൂ ആയിട്ട് മാറുന്നതായിട്ട് കാണുന്നില്ല. തിന്നറിനകത്തിട്ട് തെർമോക്കോൾ ചെറിയൊരു പത പോലെ മാത്രമേ ഉള്ളൂ. അതിനകത്ത് തെർമോക്കോൾ ഇട്ടാന്ന് തോന്നുന്നില്ല. ഇനി നമുക്ക് അത്യാവശ്യം വലിയ 2 പീസ് തെർമോക്കോൾ അത് മുക്കി നോക്കാം. രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെ കേട്ടോ, തിളച്ച് മറിയുകയാണ്. ഒരൊറ്റ വ്യത്യാസം മാത്രമേ തോന്നിയുള്ളൂ. പെട്രോളിൽ മുക്കുന്ന തെർമോക്കോൾ ആ ഗ്ലൂ പരുവത്തിലാകുന്നുണ്ട്. ഇത് അതിനകത്തൊരു അലുത്ത് അതിനകത്തൊരു ചേർന്ന് പോവുകയാണ്. അത്രയും വലിയ തെർമോക്കോൾ പീസ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടും എപ്പോക്സി തിന്നറിനകത്ത് ആ തെർമോക്കോൾ ഇട്ടതാന്ന് കാണുന്നില്ല. അത് ലയിച്ചു പോയി. പക്ഷെ പെട്രോളിനകത്ത് അതുകൊണ്ടോ ഗ്ലൂ പരുവത്തിൽ അടിയിൽ പോയി കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും.